സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരുടെയും മെയിനായിട്ടുള്ളൊരു ഡൗട്ട് ഉണ്ട്. എന്താണ്? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? എന്തിനാണ് മ്യൂച്വൽ ഫണ്ട്സിന് വെറുതെ ഫീസ് കൊടുക്കുന്നത്? അതിന് പകരം കുറച്ച് സ്റ്റോക്സ് സെലക്ട് ചെയ്ത് നമ്മൾക്ക് തന്നെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ? ഇങ്ങനെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ തെറ്റും ശരിയും ഇല്ല. എല്ലാ നിക്ഷേപകരും ചിന്തിക്കുന്ന കാര്യമാണ് ആ ഒരു ഡിസിഷൻ എൻ്റെ തെറ്റായിപ്പോയി, അതിന് പകരം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് അടിപൊളിയായി, എനിക്ക് നല്ല റിട്ടേൺസ് കിട്ടി, അത് നല്ലൊരു ഡിസിഷനായിരുന്നു. അപ്പോൾ എല്ലാ നിക്ഷേപകർക്കും തെറ്റുകളും ശരികളും പറ്റുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് അവർ മിസ്റ്റേക്സ് ആൻഡ് അവർ റൈറ്റ് ഡിസിഷൻസ്, എന്നിട്ട് അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ലൈഫിലും അങ്ങനെ തന്നെയാണ്. എല്ലാ തെറ്റുകളും എല്ലാ ശരികളിൽ നിന്ന് പാഠം പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദാറ്റ് ജേർണി ഈസ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ദ മിസ്റ്റേക്സ് ഓർ നോട്ട് ദ റൈറ്റ് വൺസ്. ഓൾവേസ് കണക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് യുവർ ലൈഫ്. യു ക്യാൻ സീ ലോട്ട് ഓഫ് ചേഞ്ചസ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിലും പണം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ തെറ്റ് ശരി എന്നില്ല. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ലിമിറ്റേഷൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലിമിറ്റേഷൻസും ഗുണങ്ങളും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്പർ 1 എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ വാങ്ങുന്നു, എപ്പോൾ വിൽക്കുന്നു, എത്ര പണം നിക്ഷേപിക്കുന്നു, എത്ര കാലത്തേക്ക് നിക്ഷേപിക്കുന്നു എന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ പറഞ്ഞതൊക്കെ നമ്മുടെ റിട്ടേൺസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ അവർക്കൊരു ടീമുണ്ട്. സോ പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ടിനുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്. അവർക്ക് എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം, എത്ര കാലത്തേക്ക് ഹോൾഡ് ചെയ്യണം, എത്ര പണം ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വെൻ ടു ബൈ, വെൻ ടു സെൽ, ഇതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ നമ്മൾക്ക്, അല്ലേ? അതേപോലെ എത്ര പണം ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ പണം ഇട്ടാൽ കൂടുതൽ ലാഭം കൊയ്യാം, അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ അനാലിസിസ് സ്കില്ല് ഉണ്ടാവണമെന്നില്ല ആസ് എ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന പ്രൊഫഷണൽസ്, ഫണ്ട് മാനേജേഴ്സ് ഉൾപ്പെടെ അവരുടെ കംപ്ലീറ്റ് റിസർച്ച് ടീം ഓരോ കമ്പനികളെയും സെക്ടേഴ്സിനെയും ഒക്കെ മനസ്സിലാക്കി ഡാറ്റാസ്, മാർക്കറ്റ് ഡാറ്റാസ് ഒക്കെ വിശകലനം ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. ഇത്രയും അനാലിസിസ് ഒന്നും ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ചിലപ്പോഴൊക്കെ ഒരു സ്റ്റോക്കിൽ നമ്മൾ പണം നിക്ഷേപിച്ചിട്ട് ഒരു ഫണ്ട് തരാത്ത റിട്ടേൺസ്, ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം തരാത്ത റിട്ടേൺസ് ഒരു സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില ദിവസങ്ങൾക്കുള്ളിൽ കിട്ടും. മൾട്ടി ബാഗേഴ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തോന്നും, എന്തിനാ മ്യൂച്വൽ ഫണ്ട്സ്, എല്ലാം കൊണ്ട് ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇട്ടാൽ പോരെ എന്ന് തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ ഈഗോ പറയുന്നൊരു കാര്യമാണ്. ആ തോന്നൽ എന്ന് പറയുന്ന ഒരു ബാലിശമായ തോന്നലാണെന്ന് എനിക്കറിയാം. കാരണം എല്ലായ്പ്പോഴും ചക്ക വേരിൽ കായ്ക്കില്ല, അങ്ങനെ എന്തോ പറയില്ലേ? അപ്പോൾ ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ടിലും ഒരു പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം പ്രൊഫഷണൽസ് ഹാൻഡിൽ ചെയ്യുന്നതാണല്ലോ. അവർക്ക് നല്ല ഗവേഷണമുണ്ട്, വിദഗ്ധ അഭിപ്രായങ്ങൾ തേടാനുള്ള കഴിവുണ്ട്, വിദഗ്ധരുണ്ട്. സോ ലെറ്റ് ദം ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പുറത്തുനിന്ന് കുറച്ച് ചൂണ്ടയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് പിടിക്കാം. അല്ലാണ്ട് കംപ്ലീറ്റ്ലി മ്യൂച്വൽ ഫണ്ട്സിനെ ഒഴിവാക്കാൻ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട്, ഈ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉള്ളതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സ് ഒരു ഫീസ് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഈടാക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മളുടെ വിലയേറിയ തെറ്റുകൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു വിദഗ്ധതയാണ് ആ ഒരു ഫീസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി മറ്റൊന്ന് ഡൈവേഴ്സിഫിക്കേഷൻ. ഞാൻ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിൽ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ അസറ്റുകളും നല്ലതാണ്, പക്ഷേ എല്ലാ അസറ്റുകളും എല്ലായ്പ്പോഴും നല്ലതല്ല. ഇപ്പോൾ നമ്മൾ ഒറ്റ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു സെക്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു റിസ്ക് ആണ്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മളുടെ പണം ഒന്നിലധികം സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ബോണ്ടുകളിൽ പലതരം സെക്ടേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സെക്ടർ പരാജയപ്പെട്ടാലും മറ്റുള്ള കമ്പനീസിൽ മറ്റുള്ള സെക്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾക്ക് വലിയൊരു ലോസ് വരില്ല. പെട്ടെന്നൊരു തകർച്ചയ്ക്ക് വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഡൈവേഴ്സിഫിക്കേഷൻ ഒരു വെല്ലുവിളി ആവുന്ന സമയത്ത് എല്ലാം നോക്കണ്ടേ? കമ്പനികൾ തിരഞ്ഞെടുക്കണം, ലാർജ്, മിഡ്, സ്മോൾ, ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കണം, സെക്ടേഴ്സ് നോക്കി തിരഞ്ഞെടുക്കണം, അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള അസറ്റ്സുകൾ നിക്ഷേപിക്കണം. ഇതൊക്കെ നമുക്കൊരു വെല്ലുവിളി ആവുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട്സ് വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു കാര്യത്തിൽ. ഇനി അടുത്ത ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മ്യൂച്വൽ ഫണ്ടിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. ഇപ്പോൾ SIP ആയിട്ടൊക്കെ എല്ലാ മാസം ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഈ AMCയിലേക്ക് എത്തുന്നത്.
അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അമ്മാനെ മാടിക്കൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങാൻ പറ്റണമെന്നില്ല. കാരണം എന്താ, ചിലപ്പോൾ നമ്മുടെ പണം എല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. മാർക്കറ്റ് ഇടിയുമ്പോൾ ഇത് ഒന്നരപ്പാട് ഇടിയുമ്പോൾ നമുക്കിത് വിൽക്കാനും പറ്റൂല, വാങ്ങാനും പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാവും. അപ്പോൾ ഈ ഒരു പ്രശ്നം മ്യൂച്വൽ ഫണ്ടിനില്ല. അവർക്ക് നല്ല നല്ല കമ്പനീസിൽ ആ പണം കൊണ്ട് നിക്ഷേപിക്കാം, മാർക്കറ്റിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് അവർക്ക് നല്ല ഡിസിഷൻസ് എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും കോടിക്കണക്കിന് പണമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ലക്ഷങ്ങളൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവരായതുകൊണ്ട് അതിൻ്റെതായ ലിമിറ്റേഷൻസ്, കോടികളൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലക്ഷങ്ങൾ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഫണ്ട്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ റിട്ടേൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിന് ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. SIP വഴിയാണെങ്കിലും ലംസം വഴിയാണെങ്കിലും ഒരുപാട് പണം ഫണ്ട് മാനേജറിൻ്റെ അടുത്തെത്തുന്നു. അദ്ദേഹത്തിന് ആ പണം കയ്യിലുണ്ടാകുമ്പോൾ അതൊരു പവറാണ്. വേറൊരു എക്സാമ്പിൾ പറയാം, ചില ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുന്ന എക്സാമ്പിളാണ്. ചില ആൾക്കാരൊക്കെ ഇപ്പോൾ നല്ലൊരു കമ്പനി ഉണ്ട്, 5000 രൂപയാണ് സ്റ്റോക്ക് പ്രൈസ് എങ്കിൽ അത് വാങ്ങൂല. അയ്യോ 5000 രൂപയൊക്കെ സ്റ്റോക്കൊക്കെ എങ്ങനെയാണ് വാങ്ങുക? അപ്പോൾ അവരെന്ത് ചെയ്യും, 50 രൂപേൻ്റെ എത്ര സ്റ്റോക്ക് വാങ്ങും? 100 സ്റ്റോക്ക് വാങ്ങും. അത് പ്രശ്നമില്ല. പക്ഷേ 5000 രൂപേൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങാൻ പറ്റില്ല. അതിൻ്റെ ലോജിക്ക് ശരിക്കും നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. നല്ല മൂല്യമുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, പിന്നെ സ്റ്റോക്സിൻ്റെ പുറകെ പോകാണ്ട്. നല്ല മൂല്യമുള്ള സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് വരണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ വരണം. കൂടുതൽ പൈസ വന്നാൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങും, അപ്പം നല്ല നല്ല കമ്പനീസിലൊക്കെ കൂടുതൽ പണമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പണത്തിൻ്റെ ബെനിഫിറ്റ്സ് മ്യൂച്വൽ ഫണ്ട്സിനുണ്ട്. അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. പിന്നെ ലിക്വിഡിറ്റി, അതാണ് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം, അല്ലേ? പണം ഇട്ട് കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റണം. അപ്പോൾ ഡെഫിനറ്റ്ലി മ്യൂച്വൽ ഫണ്ട്സിന് നല്ല ലിക്വിഡിറ്റി ഉണ്ട്. നമുക്ക് പണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ പറ്റും, നമ്മളുടെ യൂണിറ്റ്സ് റിഡീം ചെയ്യാൻ പറ്റും. ഒരു ലോക്ക് ഇൻ പീരീഡ് ഒന്നുമില്ല. എക്സെപ്ഷൻസ് ഉണ്ട്, LSS ഫണ്ട്സ് ഒക്കെ ഒരു എക്സെപ്ഷനാണ്. ബട്ട് മിക്ക ഫണ്ട്സും ഇപ്പോൾ വേണമെങ്കിലും റിഡീം ചെയ്യാം. അപ്പോൾ അതൊരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മ്യൂച്വൽ ഫണ്ടും തരുന്നുണ്ട്, ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് തരുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടും തരുന്നുണ്ട്. ലിക്വിഡിറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടാക്സ് എഫിഷ്യൻസി. നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേം, അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം, 20% കൊടുക്കണം. അതേസമയം മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഫണ്ട് മാനേജർ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഇക്വിറ്റി വിറ്റാൽ മ്യൂച്വൽ ഫണ്ടിന് ആ ടാക്സ് കൊടുക്കണ്ട. മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സേഷൻ ആരുടെ ഇതിലാണ്? ഇൻവെസ്റ്റേഴ്സാണ് മ്യൂച്വൽ ഫണ്ടിന് കിട്ടുന്ന റിട്ടേൺസിന് ടാക്സ് കൊടുക്കേണ്ടത്, അല്ലേ? അപ്പം അവരവിടെ ചെയ്യുന്ന വിൽക്കലും വിൽക്കലും എന്നുള്ള ടാക്സ് ഒന്നും ആര് കൊടുക്കണ്ട? ഈ മ്യൂച്വൽ ഫണ്ട്സ് കൊടുക്കണ്ട. അപ്പം ആ ബെനിഫിറ്റും നമുക്കുണ്ട്. നമ്മൾ ലാസ്റ്റ് റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്താൽ മതി. ചിലപ്പോൾ ഫണ്ട് മാനേജേഴ്സ് ഒരു വർഷത്തിനുള്ളിൽ കുറേ സെക്യൂരിറ്റീസ് വിറ്റിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ റിട്ടേൺസ് ഒരു വർഷത്തിന് ശേഷമാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുള്ളൂ. അത് 12.5% ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ ഒരുപാട് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു, അല്ലേ? അപ്പോൾ ഈ ഒരു ടാക്സ് എഫിഷ്യൻസി എവിടെയുണ്ട്? മ്യൂച്വൽ ഫണ്ട്സിനുണ്ട്. മാത്രമല്ല നമുക്ക് എത്ര പണം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, അതിനൊരു ലിമിറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിഡ്രോ ചെയ്യാം, ഒരു ഫണ്ടിൽ നിന്ന് വേറൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, STP എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് തരുന്നുണ്ട്. മാത്രമല്ല ഇൻഫ്ലേഷനെ മറികടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതിന്റെ പരിമിതികളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല. അത് നമ്മളെ കൺട്രോളിലേ അല്ല, ഫണ്ട് മാനേജർ ഡിസൈഡ് ചെയ്യും. ഇപ്പം നിങ്ങൾക്കൊരു കമ്പനി ഇഷ്ടമല്ലാന്ന് വിചാരിച്ചോ, പക്ഷേ ആ കമ്പനി ഫണ്ട് മാനേജർ ഡിസൈഡ് ചെയ്ത് അത് ഉണ്ടാവും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ, മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ. അപ്പം നമുക്ക് ചില കമ്പനീസ് ആഡ് ചെയ്യണം, ചില കമ്പനീസ് വേണ്ട വെക്കണം, ഒന്നും പറ്റില്ല. എവറിത്തിങ് ഈസ് അണ്ടർ ദെയർ കൺട്രോൾ, പോർട്ട്ഫോളിയോ ഈസ് അണ്ടർ ദെയർ കൺട്രോൾ. പക്ഷേ അത് നമുക്ക് ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രശ്നമില്ല, നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കമ്പനി സെലക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ എന്താ? കോസ്റ്റിൽ നമുക്കൊരു കൺട്രോളും ഇല്ല. ഇപ്പോൾ ഫണ്ട് ഹൗസ് പറയുന്ന കോസ്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇത്രയും എക്സ്പെൻസസ് അവർ പിടിക്കുകയാണെങ്കിൽ അത് പിടിക്കും. നമ്മൾക്ക് ഒരിക്കലും എക്സ്പെൻസ് കുറക്കാനോ ഒന്നും പറ്റൂല. പക്ഷേ സെബിൻ്റെ കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട്, ക്യാപ്പ് ഉണ്ട്. ഇത്ര പെർസെൻറ്റേജിൽ കൂടുതലൊന്നും എക്സ്പെൻസസ് ആവരുത്, എക്സ്പെൻസ് റേഷ്യോ ആവരുത് എന്നുള്ള സെബിൻ്റെ ക്യാപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിയമാനുസൃതമായിട്ടായിരിക്കും അവർ എടുക്കുക. അതായത് തോന്നിയ പോലെയൊന്നും അവർക്ക് ഫീസ് ചുമത്താൻ പറ്റൂല, ബിക്കോസ് സെബി ഒരു ലിമിറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കോസ്റ്റ് ഉണ്ട്, നമ്മുടെ കൺട്രോളിലല്ല. അവർ പറയുന്ന ഒരു കോസ്റ്റ്, എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്, അത് കൊടുക്കേണ്ടി വരും നമ്മൾ. അതെങ്ങനെ മനസ്സിലാക്കും? ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ് അത് നോക്കി മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എക്സ്പെൻസ് റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ കൂടിയത് കൂടുതൽ എക്സ്പെൻസസ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങും, എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞത് കുറഞ്ഞ എക്സ്പെൻസസ് വാങ്ങും. പിന്നെ ഏറ്റവും വലിയ വെല്ലുവിളി, ആയിരക്കണക്കിന് ഫണ്ട്സ് ഉണ്ട്. ഇതൊന്ന് ഏത് തിരഞ്ഞെടുക്കും? ഇതാലോചിച്ചിട്ട് തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യൂല, അല്ലേ? ഇതൊരു വലിയ പ്രശ്നമാണ്. അതായത് ഞാനൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു നെറ്റ്ഫ്ലിക്സിലോ പ്രൈമിൽ ഏതെങ്കിലും മൂവി കാണാനിരുന്നു കഴിഞ്ഞാൽ
ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടാവും. ഞാൻ ഈ റിമോട്ട് എടുത്തിട്ട് ഇങ്ങനെ നോക്കും, ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഈ മൂവീസോ സീരീസെല്ലാം ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് ഒന്നും കാണാണ്ട് എണീറ്റ് വരും. എത്രയോ ദിവസങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ളൊരവസ്ഥയാണ് ഈ മ്യൂച്വൽ ഫണ്ട് സെലക്ഷനും. ഈ 100 കണക്കിന് ഫണ്ടുകളിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കുന്ന ആലോചിച്ച് നമ്മൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് എണീറ്റ് വരും. അപ്പോൾ ഇതൊരു വെല്ലുവിളിയാണ് ഇൻവെസ്റ്റേഴ്സിന്. അപ്പം ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഓരോ ഫണ്ടിനും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് വായിക്കുക ആദ്യം, അത് നിങ്ങളുടെ ഗോളായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ നോക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ഒരിക്കലും റിട്ടേൺസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. നമുക്കറിയാം എല്ലാ പരസ്യങ്ങളിലും മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് എല്ലാ പരസ്യങ്ങളും അവസാനം വരുന്നത് എന്താ, മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് ആണ്. അപ്പോൾ ഇത് റിട്ടേൺസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. മാർക്കറ്റ് റിസ്ക് അനുസരിച്ച് റിട്ടേൺസിൽ വ്യതിയാനങ്ങൾ വരാം, ചിലപ്പോൾ റിട്ടേൺസ് ഇല്ലാണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ റിസ്ക് ഉണ്ട്. അപ്പോൾ റിസ്ക് പേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാനൊക്കെ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ സമയത്ത് സ്മോൾ ക്യാപ്പിലെ അലോട്ട്മെൻറ്റ് കുറവായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഇപ്പോഴും ദുഃഖം തോന്നും. കാരണം റിസ്ക് കൂടുതൽ എടുക്കണമായിരുന്നു. ആ പ്രായത്തിൽ കുറച്ചും കൂടി റിസ്ക് എനിക്ക് എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മുടെ ലൈഫ് തന്നെ റിസ്ക്കാണ്. റിസ്ക് എടുക്കാതിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പം റിസ്ക് എന്തായാലും എടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക, ബാക്കിയെല്ലാം അങ്ങോട്ട് ദൈവത്തിന് കൊടുക്കുക. ഒന്നും നമ്മളുടെ കൺട്രോളിലല്ല. അപ്പം ചെയ്യേണ്ടത് അവിടെ ചെയ്ത് വെക്കുക. ചിലപ്പം ഞാൻ വിചാരിക്കും ചിലതൊക്കെ നമ്മൾ അനുഭവിക്കണം എന്നുണ്ടാവും. ഇപ്പം ഞാൻ പണ്ട് പൈസ ഉണ്ടായിട്ടില്ല, പണ്ട് ഞാൻ സേവ് ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് അനുഭവിക്കണം എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ ആ സ്ട്രഗിൾസിലൂടെ നമ്മൾ പാഠം പഠിക്കും. ചില ആൾക്കാർ കാണുന്നില്ലേ, ഇങ്ങനെ അവർക്കിങ്ങനെ പണത്തിൻ്റെ ചിലവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ. ചില ആൾക്കാർക്ക് പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ അവരെ നോക്കിയിട്ട് അയ്യോ ദുഃഖിച്ചിട്ടും അല്ല, പൈസ കിട്ടുന്ന അവരെ കണ്ടിട്ട് അയ്യോ ഇവന് എല്ലാ പൈസയും കിട്ടുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അതേപോലെ നമ്മളുടെ സ്ട്രഗിൾസ് ആലോചിച്ചിട്ടും കാര്യമില്ല. ചിലത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളാണ്. അതിൽ നിന്ന് പഠിക്കുക, അതിന് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാവണം. ഒരിക്കലും നിങ്ങൾക്ക് ദേഷ്യം വരരുത്, ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത്, ഇങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. നല്ല കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നതും നല്ല കർമ്മമാണ്. നമുക്ക് വേണ്ടി നല്ല ഫുഡ് കഴിക്കും, നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന നല്ലൊരു കർമ്മമാണ്. നമ്മൾ നന്നായി എക്സസൈസ് ചെയ്യുന്നതും നല്ല കർമ്മമാണ്. അതേപോലെ നിങ്ങൾ പണം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും നല്ല കർമ്മമാണ്. സോ നമ്മൾ ആ കർമ്മം അങ്ങോട്ട് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്സ് കിട്ടും, അതങ്ങോട്ട് വന്നോളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാണ്ടിരിക്കരുത്, റിസ്ക് പിടിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവിടെ സമയം ആവശ്യമാണ്, നമ്മളുടെ അനാലിസിസ് ആവശ്യമാണ്, നമ്മുടെ നോളജ് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. മറിച്ച് മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിൽ അവിടെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഉണ്ട്. അവരുടെ ഒരു എക്സ്പെർട്ടൈസ് വെച്ച് നമ്മുടെ പണം മാനേജ് ചെയ്യും, എന്നിട്ട് നമ്മൾക്കൊരു റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഫീസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട്സിനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ ചിലവ് എന്ന് പറയുന്നത് ഒരു തെറ്റായ നിക്ഷേപ തീരുമാനമാണ്. തെറ്റായിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചിലവ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നല്ല മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യണം. വിച്ച് ഈസ് ദ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ചോദിക്കുന്നതിന് പകരം വിച്ച് ഈസ് ദ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഫോർ മീ എന്ന് ചോദിക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓരോരാൾ അവരുടെ ഗോൾസിനനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ട്സ് കണ്ടെത്തി നിക്ഷേപിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല റിട്ടേൺസ് മ്യൂച്വൽ ഫണ്ട്സിലൂടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. എനിക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഗുണം കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട്സും വളരെ നല്ല ഓപ്ഷനാണ് നമ്മൾക്ക് പണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഗിവ്സ് മീ ദാറ്റ് മോട്ടിവേഷൻ ടു ക്രിയേറ്റ് മോർ വീഡിയോസ്. അപ്പോൾ വീക്കെൻഡ്സ് ഒക്കെയാണ് ഞാനിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾ തരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എങ്ങനെയാണ്? മ്യൂച്വൽ ഫണ്ട്സ് പ്ലസ് സ്റ്റോക്ക് മാർക്കറ്റ്, ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് ആണോ, അതോ ഏതെങ്കിലും ഒന്നാണോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ.